നമസ്കാരം. എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും പ്രേംസ് അസ്ട്രോ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രേംചന്ദ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് മരിച്ച ദിവസം മുതലാണോ പുല കണക്കാക്കേണ്ടത് എന്നുള്ള കാര്യം ഈ എപ്പിസോഡിൽ നിങ്ങളോട് ഞാൻ പറയും എന്നതാണ്. പുല കണക്കാക്കുന്നത് എന്ന് മുതലാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. അതായത് സ്വാഭാവികമായി പല സ്ഥലങ്ങളിലും കണ്ടുവരുന്നത്, ഇപ്പോൾ എനിക്കും അതറിയാവുന്ന കാര്യമാണ്, കണ്ടുവരുന്നത് പുല കണക്കാക്കുന്നത് മരിച്ച ദിവസം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം മുതൽ, ബലിയിടുന്ന ദിവസം മുതലാണ് പുല കണക്കാക്കി വരുന്നത്. അപ്പോ അത് എത്രത്തോളം ശാസ്ത്രീയമാണ് എന്നുള്ളത് കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്താണ് പ്രകൃതിയിലേക്ക് വരുന്നത്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അത് ആ ജനിക്കുന്ന സമയത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അതിൻ്റെ ജനന സമയം അല്ലെങ്കിൽ ആ ദിവസം എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെയാണ് മരണവും. അപ്പോ മരണം, ജനനം എന്നീ രണ്ട് പ്രക്രിയകളും നടക്കുന്നത് ആ സമയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ നമ്മളൊരു കുഞ്ഞിൻ്റെ ജനിച്ച ദിവസം, ഡേറ്റ് ഓഫ് ബർത്ത് ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ കുഞ്ഞ് ജനിച്ച സമയം, വർഷം, മാസം ഇതാണ് പറഞ്ഞു കൊടുക്കാറ്. അന്ന് മുതലാണ് കണക്കാക്കുന്നത്. കുഞ്ഞ് ജനിച്ചതിൻ്റെ അന്ന് മുതലാണ് ആ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതുപോലെ ആയിരിക്കണമല്ലോ മരണം സംഭവിച്ചാലും നമ്മൾ പറയേണ്ടത്. അപ്പൊ മരണം സംഭവിക്കുന്ന ആ ദിവസം മുതലാണ് നമ്മൾ പുല കണക്കാക്കേണ്ടത്. അതായത് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അമ്മ പാലൂട്ടുന്ന സമയം മുതലല്ല കുഞ്ഞിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കണക്കാക്കുന്നത് എന്ന് പറയുന്നത് പോലെ, മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ബലി ഇടുന്നത് മുതലല്ല പുല കണക്കാക്കേണ്ടത്. ഈ ബലിയും കുഞ്ഞിന് അമ്മ പാലൂട്ടുന്നതും എല്ലാം അത് രണ്ടാമത് വരുന്ന സ്വാഭാവികമായ പ്രക്രിയകൾ, അതിൻ്റെ ചടങ്ങുകൾ മാത്രമാണ്. അപ്പോ പുല കണക്കാക്കേണ്ടത് മരിച്ച ദിവസം മുതലാണ്. സഞ്ചയനമൊക്കെ നടത്തേണ്ടതും മരിച്ച ദിവസം മുതൽ എണ്ണി സഞ്ചയനം നിങ്ങൾക്ക് നടത്താം. 5-നോ 7-നോ ഒക്കെ നിങ്ങൾക്ക് സഞ്ചയനം നടത്താം. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ചാനൽ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക്, എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. ഇനി അടുത്ത ദിവസം നമ്മുടെ ചാനലിൽ പറയാൻ പോകുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, ആ മരണ വീട്ടിൽ വച്ച് ആഘോഷങ്ങൾ നടത്താമോ എന്നുള്ളതാണ്. കൂടാതെ പുലയുള്ളപ്പോൾ ചന്ദനമോ ഭസ്മമോ നമ്മുടെ ശരീരത്തിൽ അത് തൊടാമോ എന്നുള്ളതിനെ കുറിച്ചും നമ്മൾ അടുത്ത എപ്പിസോഡിൽ പറയുന്നതാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.